സ്ലീപ്പ് പാരലൈസിസ് എന്നത് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പോ ഉറക്കമുണരുന്നതിന് തൊട്ടുപിറകെയോ സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സമയത്ത് തലച്ചോർ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ശരീരം താൽക്കാലികമായി ചലനരഹിതമാകുന്നു. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കേൾക്കാനും സാധിക്കുമെങ്കിലും കൈകാലുകളോ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളോ ചലിപ്പിക്കാൻ കഴിയില്ല. ഇത് ഏതാനും നിമിഷങ്ങൾ മുതൽ കുറച്ചു മിനിറ്റുകൾ വരെ നീണ്ടുനിൽക്കാം. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങുമ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. അതിലൊന്നാണ് റിം, റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കം. ഈ ഘട്ടത്തിലാണ് നമ്മൾ കൂടുതലായി സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അവ യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ ശരീരം ഒരുതരം തളർച്ചയിലേക്ക് പോകുന്നു. ഇതാണ് അറ്റോണിയ എന്ന് പറയുന്നത്. സാധാരണയായി റിം ഉറക്കം കഴിയുമ്പോൾ ഈ അറ്റോണിയ അവസാനിക്കുകയും നമുക്ക് സാധാരണ പോലെ ചലിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ചിലപ്പോൾ റീം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഈ അറ്റോണിയ പൂർണ്ണമായി മാറിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് തലച്ചോർ ഉണർന്നിരിക്കുമ്പോഴും ശരീരം തളർന്ന അവസ്ഥയിൽ തുടരുന്നത്. ലക്ഷണങ്ങൾ: ശരീരം അനക്കാൻ കഴിയാതെ വരിക, ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നുക, നെഞ്ചിന് ഭാരം അനുഭവപ്പെടാം, പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുകയോ ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്യുക, ഹാലൂസിനേഷനുകൾ, മരണഭയം. ആർക്കാണിത് വരാൻ സാധ്യത? സ്ലീപ്പ് പാരലൈസിസ് ആർക്കും സംഭവിക്കാം. എന്നാൽ ചില വ്യക്തികളിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. മതിയായ ഉറക്കം ലഭിക്കാത്തവർ, ഉറക്കക്രമം ഇല്ലാത്തവർ, ഉദാഹരണത്തിന് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർ, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയുള്ളവർ, ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, നാർക്കോലെപ്സി പോലുള്ള ഉറക്ക വൈകല്യങ്ങളുള്ളവർ, കുടുംബത്തിൽ സ്ലീപ്പ് പാരലൈസിസ് ചരിത്രമുള്ളവർ. സ്ലീപ്പ് പാരലൈസിസ് ഒരു അപകടകരമായ അവസ്ഥയല്ല, സാധാരണയായി സ്വയം ഭേദമാകാറുണ്ട്. എന്നാൽ ഇത് അസ്വസ്ഥജനകമായ അനുഭവമാണ്. കൃത്യമായ ഉറക്കസമയം പാലിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. മതിയായ ഉറക്കം നേടുക. ഒരു ദിവസം 7 മുതൽ 9 വരെ മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. സമ്മർദ്ദം കുറയ്ക്കുക. യോഗ, ധ്യാനം, വ്യായാമം എന്നിവ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഉറങ്ങുന്നതിനു മുമ്പ് കഫീൻ, മദ്യം എന്നിവ ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. മലർന്നു കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കുക. ഒരു വശം ചരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് ചിലരിൽ സ്ലീപ്പ് പാരലൈസിസ് വരാനുള്ള സാധ്യത കുറച്ചേക്കാം. ഈ അവസ്ഥ പതിവായി വരികയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. അവർക്ക് ശരിയായ കാരണം കണ്ടെത്താനും ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കാനും സാധിക്കും.